ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് GIONEE F205 പ്രോയുടെ ലോഗോ വന്ന് നിൽക്കുന്ന കംപ്ലൈൻ്റാണ്. ലോഗോ വന്നേച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്ന കംപ്ലൈൻറ്റ് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം, ഹാർഡ്വെയർ സംബന്ധമായിട്ട് കമ്പോണൻസ് ചെക്കിങ്, അതായത് ട്രാൻസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാം, റെസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാം, ഡയോഡ് എങ്ങനെ ചെക്ക് ചെയ്യാം, കോയിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അങ്ങനെയുള്ള കമ്പോണൻസിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം, ഇതിൻ്റെ പ്രവർത്തനമൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. വിശദമായ വീഡിയോകളാണ്. ആ വീഡിയോകളെല്ലാം കാണുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചാർജർ കുത്തി ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓണായി വരും. ഓണായി വന്ന് സൗണ്ടൊക്കെ വരും. എന്നിട്ട് ഈ ലോഗോ വന്ന് ഇങ്ങനെ ഒരു നിപ്പാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വരികയില്ല. എത്ര നേരം സമയം എടുത്താലും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് അഴിച്ചു നോക്കാം, ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ബാറ്ററി റിമൂവ് ചെയ്യുക. ഈ കാണുന്ന സ്ക്രൂസ് എല്ലാം ഓരോന്നായിട്ട് അഴിക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് തിക്കിയെടുക്കാവുന്നതാണ്. സ്ക്രൂ അഴിച്ചതിന് ശേഷം ഈ ഡക്കൺ ഇവിടുന്ന് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഫിംഗർ, അതിനുശേഷം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ബോർഡ് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതിലാദ്യം ചെയ്യേണ്ടത്, നമ്മളിത് അഴിച്ചേച്ച് ഇതിൻ്റെ ഈ പവർ സ്വിച്ചുമായിട്ടൊന്ന് വേർപ്പെടുത്തി നിർത്തിയേച്ച് നമുക്ക് ടീസറിനൊന്ന് ഓണാക്കി നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് ഇങ്ങനെ പവർ സ്വിച്ച് ഇതാണ്, അതിൻ്റെ ബോർഡ് ഇച്ചിരി പൊക്കി വെച്ച് ഓണാക്കി നോക്കിയിട്ടും ഇത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഓൺ ഓഫ് സ്വിച്ച് സ്ട്രിപ്പിൻ്റെ അല്ല, ഓൺ ഓഫ് സ്വിച്ച് വോളിയം സ്ട്രിപ്പിൻ്റെ അല്ല, വേറെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ സൈഡ് സ്വിച്ചുകളാണ്. പിന്നെ സൈഡ് സ്വിച്ച് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ ഓണാക്കാൻ നോക്കുമ്പോൾ അവിടെ 4 കണക്ഷനാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ചുവട്ടിലത്തെ അവിടെ ഗ്രൗണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതും അതിൻ്റെ തൊട്ട് മുകളിലത്തെയാണ് പവർ സ്വിച്ചിൻ്റെ കണക്ഷൻ. അത് രണ്ടുമാണ് നിങ്ങൾ ഒന്ന് ഓണാക്കി നോക്കേണ്ടത്, ഷോർട്ടാക്കി നോക്കേണ്ടത്, ഓണാവുന്നുണ്ടോ, ഓണായി വരുന്നുണ്ടോ എന്ന്. സാധാരണ വാട്ടർ ഡാമേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ കാര്യം കൊണ്ടും ഇങ്ങനെ വരാവുന്നതാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഇതിൽ മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് സോഫ്റ്റ്വെയർ ഇത് കംപ്ലൈൻ്റ് ആയത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ആദ്യം ഇതിൻ്റെ ഫയൽ വേണം. ഫയല് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഫോണിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫയലെല്ലാം പെയ്ഡാണ്. അപ്പോൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ടൂള് ഡൗൺലോഡ് ചെയ്യുക. ടൂള് ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊബൈൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ആദ്യം തന്നെ ശ്രദ്ധിക്കണം, ജിയോണിയുടെ ഡ്രൈവറൊക്കെ, ഈ ഫോണിൻ്റെ ഡ്രൈവറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം ഫോർമാറ്റ് പ്ലസ് അപ്ഗ്രേഡ് എന്നുള്ള ടാബിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ യെല്ലോ കളർ വരും. ആദ്യം ഒരു റെഡ് കളർ വരും, അത് തീർന്നതിൻ്റെ യെല്ലോ കളർ വന്ന് ഫുള്ളാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ തീർന്നാൽ ഡൺ എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം ഫോൺ ഓണാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.